ഞാൻ അടീനത്തിൻ്റെ ഇതിക്ക് മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വെറൈറ്റികൾ, എനിക്ക് കുറേ വെറൈറ്റികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെറൈറ്റികളൊക്കെ വെച്ചിട്ട് എനിക്ക് തൈ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒത്തിരി പാടുപെട്ടു. 3-4 വർഷത്തോളമായി ഞാൻ ഇതിനൊരു വിത്ത് ഉണ്ടാവാനായിട്ട് ഒത്തിരി പാടുപെടുന്നു. പക്ഷേ എനിക്ക് ഇന്ന് വരെ വിത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബിൽ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. സ്വയമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിത്തുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ ഈർക്കിളിക്ക് ഇങ്ങനെ പോളിനേഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു പൂവ് ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂമ്പൊടി എടുത്ത് വേറെ പൂവിലേക്ക് ഇട്ട് ഈർക്കിളിക്ക് അങ്ങനെ ഇട്ട് പോളിനേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ പോളിനേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്തിട്ട് എനിക്കത് വിജയിച്ചു. എനിക്ക് വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മറ്റുള്ളതൊക്കെ വെച്ചിട്ട് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടീനത്തിൽ ഉണ്ടായേക്കണ വിത്ത്. ഇത് നാടൻ അടീനിയാണ് കേട്ടോ. സിംഗിൾ പെറ്റൽ നാടനാണ്. നാടനുമാണ് നമുക്ക് കൂടുതൽ വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടാറ്. അപ്പോൾ ഞാൻ വൈറ്റിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് പോളിനേഷൻ ചെയ്തേക്കണേ. അപ്പോൾ എനിക്കത് വിത്ത് ഇപ്പോൾ 2-3 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം വലുതായിട്ടുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ചെറുത് ഉണ്ടായിട്ട് വരുന്നുണ്ട്. 2-3 സ്ഥലത്ത് ഇങ്ങനെ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണേ വിത്തുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വിത്തുകളൊക്കെ നട്ടിട്ട് എനിക്ക് നല്ല ഇനം അടീനിയുണ്ടല്ലോ അതൊക്കെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് ചെയ്യാനായിട്ടാണ് ഇതെങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും ഞാൻ പോളിനേഷൻ ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പം പോളിനേഷൻ ചെയ്ത് വിത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ കുറയും കേട്ടോ. അപ്പോൾ പൂക്കൾ വേണ്ട, തൈകൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവണം, വിത്ത് വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ പൂക്കൾ ഒത്തിരി ഉണ്ടായിക്കോളും. അപ്പോൾ എനിക്ക് വിത്തിന് ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പോളിനേഷൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇങ്ങനെ വിത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഈ വിത്ത് പാവണതും തുടർന്നുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങളെ കാണിക്കാം കേട്ടോ.